സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. കപ്പൽ അപകടം സംബന്ധിച്ച നിലവിലെ സ്ഥിതിഗതിയും യോഗത്തിൽ വിലയിരുത്തി. തിരുവനന്തപുരത്ത് നിന്ന് മാനസ മനോജ് ചേരുകയാണ്. മാനസ, ഈ വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് മഴ തുടരാനുള്ള സാഹചര്യമാണ്. നിലവിൽ ലഭിച്ചിരിക്കുന്ന അലർട്ടുകൾ എങ്ങനെ, മറ്റു വിവരങ്ങൾ എങ്ങനെ? മാതിര സൂചിപ്പിച്ചതുപോലെ തന്നെ കാലവർഷം നേരത്തെ എത്തിയതോടെ സംസ്ഥാനത്ത് ഇത്തവണത്തെ കാലവർഷം കനക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിന്റെ സാഹചര്യത്തിൽ ഇന്നും നാളെയും ഒക്കെയായി സംസ്ഥാനത്ത് അതിതീവ്ര മഴ സാധ്യത തന്നെയാണ് പറയുന്നത്. നിലവിൽ 5 ജില്ലകളിൽ റെഡ് അലർട്ടും 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തുടരുകയാണ്. നാളെ 11 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള മറ്റ് 11 ജില്ലകളിലാണ് റെഡ് അലർട്ട്. അതുകൊണ്ട് തന്നെ അതിതീവ്ര മഴ തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. ഇന്ന് നിലവിൽ 5 ജില്ലകൾ, അതായത് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലാണ് തീവ്ര മഴ സാധ്യത നിലനിൽക്കുന്നത്. വിവിധയിടങ്ങളിലായി ശക്തമായ രീതിയിൽ തന്നെ മഴ ലഭിച്ചു തുടങ്ങി എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെയാണ് ശക്തമായ കാറ്റ് തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടെ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൊതു ഇടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കേണ്ട സമയം തന്നെയാണ് നിലവിൽ ഉള്ളത് എന്ന് തന്നെയാണ് അറിയിക്കുന്നത്. ഒപ്പം തന്നെയാണ് മലയോര തീരദേശവാസികൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ രാത്രി യാത്ര വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒപ്പം ക്വാറി ഖനന പ്രവർത്തനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തി. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇത്തരത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് യാത്ര പോകാൻ പാടില്ല എന്ന മുന്നറിയിപ്പ് തന്നെയാണ് എല്ലാ ജില്ലകളിലും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെയാണ് ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികളോട് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന നിർദ്ദേശം ഇപ്പോഴും വിലക്ക് തുടരുകയാണ്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിലാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കള്ളക്കടൽ പ്രതിഭാസം നിലകൊള്ളുന്നുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ആലപ്പുഴ ജില്ലയിലെ തീരദേശ മേഖലകളിൽ ഉയർന്ന രീതിയിൽ തന്നെയാണ് കടലാക്രമണം ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ പൊതു ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകുന്നത്. എങ്കിൽ കൂടിയും സംസ്ഥാനത്ത് അടിയന്തര സാഹചര്യം അല്ലെങ്കിൽ ദുരന്ത സാഹചര്യം വരികയാണെങ്കിൽ എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സംസ്ഥാന സർക്കാരും വ്യക്തമാക്കിയിരിക്കുന്നത്. 3000-ൽ പരം ക്യാമ്പുകൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഒപ്പം തന്നെ നിലവിൽ തലസ്ഥാനത്ത് 2 ക്യാമ്പുകളിലായി 4 കുടുംബങ്ങളാണ് പാർക്കുന്നത്. അതോടൊപ്പം തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സ്ഥലങ്ങളിലും താഴ്ന്ന ഭാഗങ്ങളിൽ താമസിക്കുന്നവരും അടിയന്തര സാഹചര്യം വരികയാണെങ്കിൽ മാറി താമസിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ആതിര. ശരി, മാനസ മനോജാണ് വിവരങ്ങൾ നൽകിയത്.